ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിൻ നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. എല്ലാവരും ചേർന്ന് തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധന 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 ആരാധന. ചേർന്ന് ആരാധിച്ചേ. ആരാധന 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 ആരാധന. രണ്ട് കരങ്ങളെ തുറന്ന് പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നാവുകളെ വിട്ടുകൊടുത്ത് സ്വന്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ആരാധനയ്ക്ക് യോഗ്യവനായവനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ നിന്റെ ഭവനത്തിലേക്ക് വിളിച്ചുകൊണ്ട് ആരാധിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല മല ഹല മല ഹല മല ഹല മല ഹല ഹല. ദൈവശക്തി കൊണ്ട് നിറയട്ടെ, ആത്മശക്തി കൊണ്ട് നിറയട്ടെ. പരിശുദ്ധാത്മാവ് ശക്തി വ്യാപരിക്കട്ടെ, വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ഉദാസയുടെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. ഹല മല ഹല മല ഹല 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 ഹല. ഒന്ന് ചേർന്ന് ആരാധിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചേ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ ഒറ്റ വിളിയത് വിളിച്ച് ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ച് ആരാധന ആരാധന ആരാധന. അബ്രാഹത്തെ പോലെ ആരാധിച്ച്, യേശുവേ ആരാധന. ഇസ്ഹാക്കിനെ പോലെ ആരാധിച്ച്, യേശുവേ ആരാധന. യാക്കോബിനെ പോലെ ആരാധിച്ച്, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയെ പോലെ ആരാധിച്ച്, യേശുവേ ആരാധന. വിശുദ്ധാത്മാക്കളെ പോലെ ആരാധിച്ച്, യേശുവേ ആരാധന. രക്തസാക്ഷികളെ പോലെ ആരാധിച്ച്, യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി ആരാധിച്ച്, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 127 സങ്കീർത്തനം 1 തിരുവചനം പറയുന്നു, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. ഓരോ ഭവനങ്ങളും പണിയേണ്ടത് കർത്താവാണ്. അതുകൊണ്ട് തന്നെ ഈ ആരാധന വേളയിൽ കർത്താവിനെ കുടുംബത്തിലേക്കൊന്ന് വിളിച്ച് എൻ്റെ ഭവനം പണിയാൻ, എൻ്റെ കുടുംബത്തെ പണിയാൻ കർത്താവ് കൂടെയുണ്ടാവണം. കർത്താവ് കൂടെയില്ലാതെ ഒരു കുടുംബവും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. സാധാരണയായി 4 തരം കുടുംബങ്ങളുണ്ട്. ഒന്നാമത്തെ കുടുംബത്തെ വിളിക്കും ദൈവം പണിത ഭവനം. എന്താണ് ദൈവം പണിത ഭവനത്തിൻ്റെ പ്രത്യേകത? ദേവാലയത്തിൽ വെച്ച് വിവാഹം ആശീർവദിക്കപ്പെട്ടു. അതിനുശേഷം ഈ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്ന കുടുംബങ്ങളെയാണ് ദൈവം പണിത ഭവനം എന്ന് വിളിക്കുന്നത്.
ദേവാലയത്തിൽ വെച്ച വിവാഹങ്ങളൊക്കെ ആസ്വദിക്കപ്പെടുന്നത്. എന്നാൽ ചില കുടുംബങ്ങൾ കാണാൻ സാധിക്കും, ആ ദൈവത്തെ ദേവാലയത്തിൽ തന്നെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് കുടുംബജീവിതം ആരംഭിച്ചിരിക്കുക. ചില കുടുംബത്തിൽ പണമേ ശരണം പണമേ ശരണം പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ. എന്നാൽ ദൈവം പണിത ഭവനത്തിന് പ്രത്യേകത എന്താ? ദേവാലയത്തിൽ വെച്ച് വിവാഹം ആസ്വദിക്കപ്പെട്ട് ആ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് അവർ കുടുംബജീവിതം ആരംഭിച്ചിരിക്കുക. അവിടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ട്. അസാധാരണമായ രീതിയിൽ ഒന്നും അവർ കുടുംബത്തിൽ സംഭവിച്ചില്ലെങ്കിൽ പോലും ആ കുടുംബത്തിൽ കൂദാശ ജീവിതമുണ്ട്. വിശുദ്ധ കുർബാന, കുംഭസാരം, ആത്മീയ ഭക്ഷണം ആ കുടുംബത്തിലുണ്ട്. പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ക്ഷമിക്കുവാനും ദമ്പതികൾക്ക് സാധിക്കുന്നു. ദൈവം നൽകുന്ന മക്കളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് അവർ സ്വീകരിക്കുന്നു. ദേവാലയത്തിൽ വെച്ച് വിവാഹം ആസ്വദിക്കപ്പെട്ട് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്ന കുടുംബത്തെയ ദൈവം പണിത ഭവനം എന്ന് വിളിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, എൻ്റെ കുടുംബം എങ്ങനെയുള്ള കുടുംബമാണ്? ദേവാലയത്തിൽ വെച്ച് വിവാഹം ആസ്വദിക്കപ്പെട്ട് ഈ ദൈവം എൻ്റെ കൂടെയുണ്ടോ? ഈശോയെ എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോയി നടക്കുന്നുണ്ടോ? എൻ്റെയും എൻ്റെ ജീവിത പങ്കാളിയുടെയും മധ്യേ ഈശോ ഉണ്ടാവണം. എങ്കിലാണ് ദൈവം പണിത ഭവനമായി തീരുകയുള്ളൂ. രണ്ടാമത്തെ കുടുംബത്തെ വിളിക്കും മനുഷ്യൻ പണിത ഭവനം. എന്താണ് ഈ ഭവനത്തിന് പ്രത്യേകത? ദേവാലയത്തിൽ തന്നെയാണ് വിവാഹം ആസ്വദിക്കപ്പെട്ടത്. വൈദികരുണ്ടായിരുന്നു, മാതാപിതാക്കളുണ്ടായിരുന്നു, സാക്ഷികളുണ്ടായിരുന്നു, പ്രിയപ്പെട്ടവരെല്ലാവരും വിവാഹത്തിലുണ്ടായിരുന്നു. ആഘോഷമായി വിവാഹമൊക്കെ നടത്തി. എന്നാൽ വിവാഹം കഴിഞ്ഞപ്പോൾ ദേവാലയത്തിൽ വെച്ച് എൻ്റെ കുടുംബത്തിലേക്ക് എനിക്ക് ലഭിച്ച ആ ഈശോയെ ദേവാലയത്തെ തന്നെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് കുടുംബജീവിതം ആരംഭിച്ചിരിക്കുക. പണമേ ശരണം പണമേ ശരണം, പണത്തിൻ്റെ പിന്നാലെ. വിരുന്നുകാർ വന്നു, അന്ന് പ്രാർത്ഥനയില്ല. ടി വിയിൽ പരസ്യം വരുമ്പോൾ രഹസ്യം ചെല്ലുന്ന കുടുംബങ്ങൾ. ഇങ്ങനെയുള്ള കുടുംബങ്ങളെയാണ് മനുഷ്യൻ പണിത ഭവനം എന്ന് വിളിക്കുന്നത്. എല്ലാ കുടുംബങ്ങളും ഇന്ന് ഏതവസ്ഥയിലാണ്? ഭൂരിഭാഗം കുടുംബങ്ങളും മനുഷ്യൻ പണിത കുടുംബങ്ങളുടെ അവസ്ഥയാണ്. ദേവാലയത്തിൽ വെച്ച് വിവാഹം ആസ്വദിക്കപ്പെട്ട് ആ ദൈവത്തെ ദേവാലയത്തെ തന്നെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് കുടുംബജീവിതം ആരംഭിച്ചിരിക്കുക. അങ്ങനെയുള്ള കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് ഈശോ പറയുക, ഞാൻ നിന്റെ വാതിൽ മുട്ടുന്നു, നീ എനിക്ക് വേണ്ടി നിന്റെ വാതിൽ തുറന്നു തരിക, നിന്റെ കൂടെ വന്ന് ഞാനിരുന്ന് ഭക്ഷിക്കാം. നിനക്ക് നഷ്ടപ്പെട്ടു പോയ അഭിഷേകം, നിന്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ കൃപകൾ ഞാൻ തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. ആ ചൈതന്യം നഷ്ടപ്പെട്ട മക്കൾ ഓരോരുത്തരും, ദമ്പതികൾ ഓരോരുത്തരും ഈശോയെ എൻ്റെ കുടുംബത്തിലേക്ക് വിളിക്കുക, ദാമ്പത്യ ജീവിതത്തിലേക്ക് വിളിക്കുക. യേശുവിനെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകരും നാഥനുമായി സ്വീകരിക്കുക. മൂന്നാമത്തെ കുടുംബത്തെ വിളിക്കും പിശാച് പണിത ഭവനം. അങ്ങനെ ഒരു ഭവനമുണ്ടോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനത്തെയും കുടുംബമുണ്ട്. ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്താ? ദേവാലയത്തിൽ വെച്ച് വിവാഹം ആസ്വദിക്കപ്പെട്ടു. എന്നാൽ വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞു, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഭർത്താവിന് മറ്റൊരു ബന്ധം, ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധം, കുടുംബത്തിൽ അസ്വസ്ഥതകൾ, പരസ്പരം ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, സംശയത്തിന്റെ വേരുകൾ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, സ്നേഹം മരവിച്ചു പോയിരിക്കുന്ന അവസ്ഥ. ഇതുപോലെയുള്ള ഏതെങ്കിലും ദമ്പതികളുണ്ടെങ്കിൽ തിരിച്ചറിയുക, ഇന്ന് എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ പിശാച് പണിത ഭവനമാണ്. ഈശോയെ നിന്റെ കുടുംബത്തിലേക്കൊന്ന് വിളിച്ചേ. നിന്റെ ഈശോ ഇന്ന് നിന്റെ കുടുംബത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിൽ ഈ കാലഘട്ടത്തിൽ, ഈ നാളുകളിൽ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖത്തിന് കാരണം നിന്റെ കുടുംബത്തിൽ നിന്ന് ഈശോയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പിശാച് നിന്റെ കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറി. അപ്പോഴാണ് പരസ്പര വിശ്വാസമില്ലാത്ത അവസ്ഥ, ദാമ്പത്യ അവിശ്വസ്തത, സംശയത്തിന്റെ വേരുകൾ, ഇതൊക്കെ നിന്റെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. വളരെ എളുപ്പ. എന്തിനാ? ഇതുപോലെയുള്ള പാപത്തിലും തെറ്റിലും ചെന്ന് വീഴാൻ വേണ്ടി. എന്നാൽ തിരിച്ചറിഞ്ഞോ, 50 അടി താഴ്ചയുള്ള ഒരു കിണറിലേക്ക് ചാടാൻ എളുപ്പ. പിന്നീട് പൊങ്ങി വന്നിട്ട് വല്ല കാര്യമുണ്ടോ?
ഏതെങ്കിലും ദമ്പതികൾ, ഏതെങ്കിലും കുടുംബങ്ങൾ ഇതുപോലെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, നിന്റെ കുടുംബത്തെ പിശാച് പിടികൂടിയിരിക്കുക. ഇതിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ ഒറ്റ മാർഗമുള്ളൂ, ഈശോയെ നിന്റെ കുടുംബത്തിലേക്ക് വിളിക്കുക. യേശുവേ, നീ എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ. കാനായിലെ കുടുംബത്തിൽ വന്നതുപോലെ, സക്കേവൂസിന്റെ ഭവനത്തിൽ കടന്നു വന്നതുപോലെ, പത്രോസിന്റെ ഭവനത്തിൽ കടന്നു വന്നതുപോലെ, എലിസബത്തിന്റെ ഭവനത്തിൽ കടന്നു വന്നതുപോലെ, ഈശോയെ എൻ്റെ കുടുംബത്തിൻ്റെ ഈ അവസ്ഥയിലേക്ക് നീ കടന്നു വരണമേ എന്ന് ദാഹത്തോടുകൂടെ വിളിച്ച് പ്രാർത്ഥിച്ചോ. നാലാമത്തെ കുടുംബത്തെ വിളിക്കാം. അങ്ങനൊരു കുടുംബം ഉണ്ടോ? എന്നാൽ ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ദേവാലയത്തിൽ വെച്ച് വിവാഹമൊന്നും ആസ്വദിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ വിവാഹം ആസ്വദിക്കപ്പെടാതെ ദമ്പതികൾ ഒരുമിച്ച് ജീവിക്കുന്നു. അവർ പറയുന്നു ലിവിങ് ടുഗദർ ആണെന്ന്. വിദേശ രാജ്യങ്ങളിൽ കാണാൻ സാധിക്കും. യൂറോപ്യൻ രാജ്യങ്ങളായിക്കൊള്ളട്ടെ, അമേരിക്കൻ രാജ്യങ്ങളായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ പലപ്പോഴും 1500 ഇടവക്കാരുള്ള ഇടവയിൽ വർഷത്തിൽ നടക്കുന്ന വിവാഹങ്ങളുടെ എണ്ണം 5, 6, 7 കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ മക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ദേവാലയത്തിൽ വെച്ച് വിവാഹം ആസ്വദിക്കപ്പെട്ടിട്ടില്ല. വിവാഹത്തെ ഒരു കൂദാശയായി അംഗീകരിച്ചിട്ടില്ല. ദൈവസ്ഥാപിതമാണ് കുടുംബം എന്ന് അവർ ചിന്തിച്ചിട്ടില്ല. അതിൻ്റെ അപകടമാണ് ഇതുപോലുള്ള കുടുംബങ്ങൾ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ലിവിങ് ടുഗദർ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ യുവജനങ്ങളെ നിങ്ങൾ തിരിച്ചറിഞ്ഞു, ദൈവം സ്ഥാപിച്ചതാണ് കുടുംബം. ദേവാലയത്തിൽ വെച്ച് വൈദികൻ അത് ആസ്വദിക്കുമ്പോൾ വിവാഹം എന്ന കൂദാശ പരികർമ്മം ചെയ്യപ്പെടുന്നു. അവിടെയാണ് കുടുംബം രൂപം കൊള്ളുന്നത്. അവിടെ മാതാപിതാക്കളുടെ അനുഗ്രഹമുണ്ട്. നിന്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെ അനുഗ്രഹം അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ദേവാലയത്തിൽ വെച്ച് 1 മണിക്കൂറും 1.5 മണിക്കൂറും നീണ്ടു നിൽക്കുന്ന വിവാഹം എന്ന കൂദാശ, എത്ര കാലം ദമ്പതികളെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടോ അത്രയും കാലം ജീവിക്കുവാനുള്ള ആത്മീയ ശക്തി, ഊർജം ഈ കൂദാശകളിലൂടെ ദമ്പതികൾ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക ദമ്പതികളെ, ഓരോ വിവാഹവും കൂദാശയാണ്. ദൈവസ്ഥാപിതമാണ് കുടുംബം എന്നുള്ളത്. അതുകൊണ്ട് വചനം പറയുന്നേ, ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനം, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ആരാ നൽകുന്നേ? ദീപികാരണത്തിലേക്ക് നോക്കിയെന്ന് പറഞ്ഞ്, എനിക്ക് ചേർന്ന ഇണയെ എനിക്ക് നൽകിയത് എൻ്റെ ഈശോയാ. അല്ലാതെ ആരും ചിന്തിക്കേണ്ട, അവര് കണ്ടുപിടിച്ച ഇവര് കണ്ടുപിടിച്ച അവിടെ നിന്ന് ഞങ്ങൾ കണ്ടുമുട്ടിയതാ അല്ല. വീണ്ടും വചനം പറയുന്നു, തോബിത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 17-ാം തിരുവചനം, അനാദികാലം മുതൽ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാ. ഇത് മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, ദൈവത്തിന്റെ കണ്ടുപിടുത്തമാ. അതുകൊണ്ട് തന്നെ ദൈവസ്ഥാപിതമാണ് കുടുംബം എന്ന് ഓരോ ദമ്പതികളും തിരിച്ചറിയുക. ഇന്ന് ചോദിക്കട്ടെ, എൻ്റെ കുടുംബം എങ്ങനെയുള്ള കുടുംബം? ഈശോയോട് പറഞ്ഞു, ദൈവം സ്ഥാപിച്ച കുടുംബമാണോ എൻ്റെ കുടുംബം? മനുഷ്യ സ്ഥാപിച്ച കുടുംബമാണോ? പിശാച് സ്ഥാപിച്ച കുടുംബമാണോ ഇപ്പോഴത്തെ അവസ്ഥ? അല്ലെങ്കിൽ അതൊന്നും അല്ലാത്ത രീതിയിലുള്ള ഒരു കുടുംബമായിട്ടാണോ ഞാനിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കണം, എൻ്റെ ഈശോയെ, എൻ്റെ കുടുംബം ദൈവസ്ഥാപിതമായൊരു കുടുംബമാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന 99% പേരുടെ വിവാഹം ദേവാലയത്തിൽ വെച്ച് ആസ്വദിക്കപ്പെട്ടതാ. എന്നാൽ എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആരാധനാവേളയിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുകൾ കുത്തി നിൽക്കാം. ദമ്പതികളെ, ഈശോയുടെ മുമ്പിലാണ് നിങ്ങൾ ഈ സമയം ആയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ദേവാലയത്തിൽ വെച്ച് നിങ്ങളുടെ വിവാഹം ആസ്വദിക്കപ്പെട്ട ആ സുന്ദരമായ നിമിഷം നിങ്ങളുടെ ഭാവനയിലേക്ക് അത് കൊണ്ടുവന്നേ. നിങ്ങളുടെ വിവാഹം ആസ്വദിച്ച വൈദികനുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സ്നേഹിതർ എല്ലാവരും നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നു. വിവാഹം ആസ്വദിച്ച ആ വൈദികരെ നീ ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ചേ. ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും സഹോദരങ്ങളും എത്രയോ സന്തോഷത്തോടു കൂടിയ നിങ്ങളെ ഒന്നാകുന്ന കൂദാശയ്ക്ക് വേണ്ടി ഒരുക്കിയത്.
ആ സുന്ദരമായ നിമിഷത്തെ ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ദമ്പതികളെ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഈശോയോടൊന്ന് പറഞ്ഞോ. 5 വർഷമായവരുണ്ട്, 10 വർഷമായവരുണ്ട്, 25 വർഷവും 50 വർഷവും എത്രയായിക്കൊള്ളട്ടെ. ഇന്നോളം ദൈവം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക് വർഷിച്ച ഓരോ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു. എണ്ണിയാൽ തീരാത്ത മാത്രം അനുഗ്രഹങ്ങളല്ലേ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് വർഷിച്ചത്. ദേവാലയത്തിൽ വെച്ച് വിവാഹം ആസ്വദിക്കപ്പെട്ടു. നിങ്ങളുടെ വിവാഹത്തിൻ്റെ ആദ്യ ദിനങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. എത്രയോ സന്തോഷത്തോടുകൂടെ നിങ്ങൾ ആരംഭിച്ച കുടുംബ ജീവിതമാണ്. പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും പരസ്പരം അംഗീകരിക്കുവാനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങളിലും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ, ദാമ്പത്യ വല്ലരിയിലേക്ക് ദൈവം നൽകിയ മക്കൾ, ഈ മക്കളെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. എന്തൊക്കെ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ഈശോയോട് ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ ഈശോ തന്നിട്ടില്ലേ? ഒരു സ്വന്തമായി ഭവനം വേണം, ജോലി വേണം, വരുമാനം വേണം. ഈശോ നിങ്ങളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്നിനും കുറവ് കൂടാതെ നിന്നെ പരിപാലിച്ച, നിന്റെ കുടുംബത്തെ പരിപാലിച്ച ഈശോയുടെ മുമ്പിലാ നീ ആയിരിക്കുന്നേ. ഈശോയുടെ മുമ്പിൽ 2 കരങ്ങളും തുറന്നു പിടിച്ച് ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയെ തന്നതിനെ ഓർത്ത് നന്ദി. കർത്താവേ, നീ തന്നത് എൻ്റെ ജീവിത പങ്കാളി, അവന് ചേർന്ന് ഇണയെ ഞാൻ നൽകും. എൻ്റെ ജീവിത പങ്കാളി എനിക്ക് ഈശോ തന്നതാ. ഈശോയുടെ കരങ്ങളിൽ ആ ജീവിത പങ്കാളിയെ ഒരിക്കൽ കൂടി ഒന്ന് സ്വീകരിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവം സ്ഥാപിച്ച തിരുകുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ. ദാഹത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചേ. സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ഈശോ വരട്ടെ. ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാ, എൻ്റെ ഈശോയെ, ദൈവം സ്ഥാപിച്ച തിരുകുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ. 2 കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് ഈശോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അവനെ നോക്കിയവർ പ്രകാശിതരായി. ഈ തിരുവോസ്തിയിൽ ജീവനുള്ള ദൈവത്തെ കണ്ടുകൊണ്ട് ഹൃദയത്തിൽ നീ വിളിച്ച് പ്രാർത്ഥിച്ചു. വിവാഹത്തിന്റെ സുന്ദരമായ നിമിഷം, അന്നേ ദിവസം വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈകൾ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത പ്രതിജ്ഞാവാചകം നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷ സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. അന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വലതുകരം വെച്ചുകൊണ്ട് ഞങ്ങൾ ഏറ്റുചൊല്ലിയ പ്രതിജ്ഞാവാചകമാണല്ലോ ഇത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ കാണുകയാണ്, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ദുഃഖം വന്നിട്ടുണ്ട്, ദാരിദ്ര്യം വന്നിട്ടുണ്ട്, അനാരോഗ്യങ്ങൾ വന്നിട്ടുണ്ട്, അവിശ്വസ്തയുടെ വേരുകൾ വന്നു പോയിട്ടുണ്ട്. കർത്താവേ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണമേ. ഈ ആരാധനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു,
വിവാഹ ജീവിതത്തിൻ്റെ അന്ന് ഞങ്ങളെടുത്ത തീരുമാനം ഒരിക്കൽ കൂടി ദീപികാരുടെ നാഥന്റെ മുമ്പിൽ ഞങ്ങൾ നവീകരിക്കുന്നു. കാറ്റും കോളും കൊടുങ്കാറ്റും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ആഞ്ഞടിച്ചിട്ടുണ്ട്. അപ്രത്യക്ഷമായിട്ടുള്ള പലതും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ തിരിച്ചറിയുക, അമരെ തുറങ്ങുന്ന കർത്താവിനെ എപ്പോഴെല്ലാം ഞങ്ങൾ വിളിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം യേശു ഞങ്ങളുടെ വിളി കേട്ടു, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കരച്ചിൽ കേട്ട് ഞങ്ങളെ സ്വാന്തനപ്പെടുത്തിയിട്ടുണ്ട്, ആശ്വസിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർഷിച്ചിട്ടുണ്ട്. എൻ്റെ ഈശോയെ, വിവാഹത്തിൻ്റെ അന്ന് ഞങ്ങളെടുത്ത ഈ പ്രതിജ്ഞാവാചകം ഒരിക്കൽ കൂടി ഞങ്ങൾ ക്രിസ്തുവിൽ നവീകരിച്ചുകൊണ്ട് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. 2 കരങ്ങളും തുറന്നു പിടിച്ചോ. യേശുവേ യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. നമ്മുടെ കുടുംബ ജീവിതത്തെ ഈശോ നവീകരിക്കുന്ന സമയമാണ്. പുത്തൻ അഭിഷേകം കുടുംബ ജീവിതത്തിലേക്ക് വർഷിക്കുന്ന സമയമാണ്. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിവാഹ ദിനത്തിൽ നിങ്ങളെടുത്ത പ്രതിജ്ഞാവാചകം ഏതെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നവീകരിക്കാനുള്ള സമയം ഈശോ തന്നിരിക്കുക. 2 പേരും കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. സ്തുതിക്കട്ടെ, 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 ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. പുത്തൻ അഭിഷേകം ദാമ്പത്യ ജീവിതത്തിലേക്ക് അവിടെ ഒഴുകട്ടെ. പുത്തൻ അഭിഷേകം മുറിവുകളിലേക്ക് അവിടെ വർഷിക്കട്ടെ. പുത്തൻ അഭിഷേകം സ്നേഹം മരവിച്ചു പോയ അവസ്ഥയിലേക്ക് അവിടെ ഒഴുകട്ടെ. 2 കരങ്ങൾ ഉയർത്തി വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശു നാമം വിളിക്കുക. യേശുവിനെ കൂടെ കൊണ്ടുപോവുക. ഈശോയെ വിളിച്ചോ, വിളിച്ചുണരട്ടെ. യേശുവേ ദൈവം സ്ഥാപിച്ച തിരുകുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ഈശോ നിങ്ങളുടെ കുടുംബ ജീവിതത്തെ ആശീർവദിക്കുന്ന സമയമാണ്. ഈശോ ആശീർവദിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഈശോ തൊട്ടാൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. എങ്കിൽ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമല്ലേ? 2 കരങ്ങളെ തുറന്നു പിടിച്ച് ദമ്പതികളെ ഈശോയെ വിളിക്കുക. ദിവ്യകാരുണ്യത്തിലേക്ക് കരങ്ങൾ നീട്ടി പിടിച്ചുകൊണ്ട് യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. പുത്തൻ അഭിഷേകം നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് വർഷിക്കുന്നു, ദാമ്പത്യ ജീവിതത്തിലേക്ക് വർഷിക്കുന്നു. വിളിച്ചുണരട്ടെ. യേശുവേ ആരാധന ആരാധന കർത്താവേ, ഈ നിമിഷം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളെ കുടുംബത്തിലെ ദാമ്പത്യ ബന്ധം വിശ്വാസത്തോടെ ജീവിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ ആരാധന 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 ആരാധന. കുടുംബത്തിലേക്ക് ക്ഷമിക്കാനുള്ള വലിയ കൃപ നൽകണമേ. വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെ ജീവിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ഈ നിമിഷം ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ മക്കളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയിലേക്ക് കടന്നു വരണമേ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.